ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യവും 2-ാം അധ്യായം 20-ാമത്തെ വാക്യവുമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. സ്തോത്രം. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ഉൾനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടച്ചു വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പെർഗമസിലെ സഭയ്ക്കും തുയത്തരയിലെ സഭയ്ക്കും കുറ്റം പറയുമ്പോൾ ദൈവാത്മാവ് ആ സഭയെക്കുറിച്ചുള്ള കുറ്റം പറയുകയാണ്. കുറ്റം എന്ന് പറയുമ്പോൾ അതൊരു കുറവാണ്. ഒരു കുറവ് ചൂണ്ടിക്കാണിക്കുക. കുറവ് ഒരു വ്യക്തിയുടെ കുറവിനെ ചൂണ്ടിക്കാണിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. എന്നാൽ നമ്മുടെ കുറവുകൾ എന്താണെന്ന് നമുക്കൊരു പൊടി പറ്റിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയില്ല. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കാണുന്നവർ അത് വന്ന് പറയും, ഇവിടെ ഒരു പൊടി ഇരിപ്പുണ്ട്, അതെടുത്ത് കളയാൻ പറയും. എന്നതുപോലെ നമ്മുടെ കുറ്റങ്ങളെ ഒന്നും, എന്റെ കുറ്റങ്ങളെ ഒന്നും, ചില കുറ്റങ്ങൾ എനിക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. എന്നാൽ എനിക്കതൊരാൾ പറഞ്ഞു തരുമ്പോഴാണ് ആ കുറ്റം എനിക്ക് ബോധ്യമാകുന്നത്. അത് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ നമുക്കത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. പക്ഷെ അതിനെ നമ്മളത് ഗണ്യമാക്കാതെ അയാൾ എന്നെ തിരുത്താൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് നാം നമ്മുടേതായ നിലവാരത്തിൽ സഞ്ചരിച്ചാൽ ആത്മീയത്തിൽ നമ്മൾ എങ്ങും ചെന്ന് എത്തിച്ചേരുകയില്ല. അവസാനം നമ്മുടെ നാശം, ഒരു വലിയ നാശത്തിലേക്ക് നമ്മൾ ചെന്ന് നിബന്ധിക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഇവിടെ പറയുന്ന രണ്ട് സഭകൾക്ക് ഒരേ കുറ്റം പറയുകയാണ്. അത്തരമുള്ള അനുഭവങ്ങൾ ഈ കാലഘട്ടത്തില് വിശ്വാസി സമൂഹങ്ങളില് സർവ്വസാധാരണമായി ഈ കുറ്റമുണ്ട്. അങ്ങനെയുള്ളവരെ സഭകൾ അനുവദിച്ചു കൊടുക്കുന്നതുമുണ്ട്. അങ്ങനെയുള്ള സഭകൾ കൂണുപോലെ മുളച്ചു വരികയാണ്, ധാരാളം മുളച്ചു വരികയാണ്. നമ്മൾ അതാണ് ഇന്ന് ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പാചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലെയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. എന്താണ് ബാലാക്കിന് ബിലെയാം ഉപദേശിച്ചു കൊടുത്ത ഉപദേശം? എന്താണ്? മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കടൽ തീരത്തെ മണൽത്തരികൾ പോലെ പരന്നു കിടക്കുന്ന വലിയൊരു കൂട്ടം ജനം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ്. ആ വരവ് കണ്ടിട്ട് ബിലെയാം ബാലാക്ക് ഭയപ്പെടുകയാണ്. മോശയെ അറിയാത്തൊരു ദൈവത്തിന്റെ ഒരു പ്രവാചകനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ബിലെയാം. അദ്ദേഹം ഒരു കാര്യം, നാളെ നീ തട്ടിപ്പോകുമെന്ന് പറഞ്ഞാൽ തട്ടിപ്പോകും. അത്രമാത്രം ദൈവവുമായിട്ട് അടുത്ത് സംഭാഷിക്കുന്ന ഒരു പ്രവാചകനാണ് ആര്? ബിലെയാം. അപ്പോൾ തന്നെ മോശയുമായിട്ടും ദൈവം സംഭാഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മോശയെ അറിയാത്തൊരു പ്രവാചകനാണ് ബിലെയാം. ബിലെയാമിനെ അറിയാത്ത ഒരാളാണ് മോശ. ഇവരെ രണ്ടുപേരെയും ആർക്കറിയാം? ദൈവത്തിനറിയാം. മോശ ദൈവത്തിന്റെ പ്രവാചകനാണ്, ബിലെയാം ദൈവത്തിന്റെ പ്രവാചകനാണ്. ബാലാക്കിന്റെ ആവശ്യം എന്താണ്? ഇസ്രായേൽ ജനം, ഈ വരുന്ന ഇസ്രായേൽ ജനം ഞങ്ങളെ ഇല്ലാതാക്കരുത്. അതിനെന്ത് ചെയ്യണം? ഇസ്രായേൽ ജനം ശപിക്കപ്പെടണം, അവർക്കൊരു വിജയം ഉണ്ടാകരുത്. ബാലാക്കിന് ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഒരു യുദ്ധത്തിന്റെ വിജയം വേണം. അതിനാര് വിചാരിച്ചാൽ നടക്കും? അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ബിലെയാം എന്നൊരു പ്രവാചകനുണ്ട്, അവനെ കൊണ്ടുവന്നാൽ അത് സാധ്യമാകും. വളരെ പ്രലോഭനങ്ങൾ ചൊരുത്തി ബിലെയാമിനെ ബാലാക്ക് കൊണ്ടുവന്നു. ശ്രേഷ്ഠന്മാരായ പലരെയും അയച്ച് കൊണ്ടുവന്നിട്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ച് ഇസ്രായേൽ ജനം കൂടാരമടിച്ച് കിടക്കുന്ന കാഴ്ച കാണിച്ചിട്ട് പറഞ്ഞു, ഇവരെ ശപിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ കൊടുത്തതായ, അവൻ ഓഫർ ചെയ്തതായ എല്ലാം അവൻ സ്വീകരിച്ചു. ഉള്ളിൽ ഒരു ദ്രവ്യാഗ്രഹം കടന്നുകൂടി. ബിലെയാമെ ശപിക്കുവാൻ വേണ്ടി ബാലാക്കിന്റെ ആഗ്രഹപ്രകാരം യാഗപീഠങ്ങളെ അവൻ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുക്കി കൊടുത്തു. എങ്കിലും ശപിക്കാൻ വാതുറക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവല്ലേ ബിലെയാമിലുള്ളത്? ആത്മനിയന്ത്രണമുള്ള പ്രവാചകന്റെ വായിലൂടെ പുറത്തു വരുന്നത് ദൈവത്തിന്റെ ശബ്ദമാണ്. ഇസ്രായേലിനെ മുഴുവൻ എന്ത് ചെയ്യാണ്? അനുഗ്രഹിക്കുകയാണ്. അവൻ പറഞ്ഞു, ഇസ്രായേലിൽ തിന്മ കാണാനില്ല, കത്തയോ ശ്രീപ്പാനുമല്ല. സ്വത്രം, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. സ്വത്രം, ആവിചാരം യാക്കോബിന് വലിക്കയില്ല.
ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കുകയുമില്ല എന്നെല്ലാം പ്രവചിക്കുകയാണ്. ഇത് കേട്ടിട്ട് ബാലാക്ക് വളരെ ക്രൂദ്ധനായി കൈകൾ ഞെരിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവനുമായി തെറ്റിപ്പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ ഈ പ്രവചനമെല്ലാം നടത്തിയ ബിലെയാം മറ്റാരും കാണാതെ എവിടേക്ക് പോയി? ബാലാക്കിനെ സന്ധിക്കുവാനിടയായി തീർന്നു. ബാലാക്കുമായി സന്ധിച്ചു. ബിലെയാം ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ ഇത്ര സ്തോത്രം ക്രൂദ്ധനാകുന്നത്? എന്നോട് എന്തിനാണ് ഇത്ര വലിയ ദേഷ്യം? നിനക്ക് ഇസ്രായേലിനെ തോൽപ്പിച്ചാൽ പോരെ? ഞാൻ അവരെ അനുഗ്രഹിച്ചു, അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. പക്ഷെ അവരുടെ അനുഗ്രഹത്തെ മാറ്റാൻ കഴിയും? ഞാൻ അനുഗ്രഹിച്ച അവരുടെ മേൽ വന്ന അനുഗ്രഹം അത് മാറ്റുവാൻ കഴിയും? അതെങ്ങനെ സാധ്യമായി തീരും? ബിലെയാം ബാലാക്ക് ചോദിച്ചു, അതെങ്ങനെ സാധ്യമാകും? നീ അനുഗ്രഹിച്ചാൽ അനുഗ്രഹിച്ചതല്ലേ? സംഭവമൊക്കെ ശരിയാണ്. ഞാൻ അനുഗ്രഹിച്ചാലും ദൈവം അനുഗ്രഹിച്ചാലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പോലും മാറിപ്പോകും. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ അവൻ എന്താണ് അവൻ ഉപദേശിച്ചു കൊടുത്തത്? നാട്ടിൽ സുന്ദരികളായ പെൺകുട്ടികളുണ്ടല്ലോ, അവരെ നീ മനോഹരമായി അണിയിച്ചൊരുക്കി ഇസ്രായേൽ കൂടാരങ്ങളിൽ പാർക്കുന്ന യുവാക്കളുടെ ഇടയിലേക്ക് ആ തരണി മണികളെ ഇറക്കി വിടുക. അവർ തത്തി നടന്ന് കാഴ്ചൽ ചിലമ്പ് കേൾപ്പിച്ച് അവരുടെ കൊലുസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇതാ എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി അവർ തിരിഞ്ഞു നോക്കും. അപ്പോൾ അവർ കടക്കണ്ണിട്ട് കാണിച്ച് അവരെ മയക്കും. നിന്റെ നാട്ടിലെ സുന്ദരികളായ പെൺകുട്ടികളെ കണ്ട് ഇസ്രായേൽ ചെറുപ്പക്കാർ അവരുടെ പിന്നാലെ വരും. അങ്ങനെ അവർ തമ്മിൽ പ്രേമത്തിലാകും, അവർ തമ്മിൽ ഇഷ്ടത്തിലാകും, അവർ അന്യോന്യ മെസ്സേജുകൾ കൈമാറും. അവർ തമ്മിൽ ചാറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിനക്ക് കാര്യങ്ങൾ എളുപ്പമായി തീരും. ദൈവ സാന്നിധ്യം ഇസ്രായേലിന്റെ നടുവിൽ നിന്ന് മാറിപ്പോകുവാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആ പെൺകുട്ടികൾ നിങ്ങളുടെ ഉത്സവങ്ങളിൽ അവരെ പുരുഷന്മാരെ ക്ഷണിക്കുക. എന്നിട്ട് ആ ഉത്സവങ്ങളിൽ വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ഇസ്രായേൽ ജനം ഒരു തെറ്റ് ചെയ്യും, ജാതികളുമായി ഇടകലരും. ഇസ്രായേൽ ജനം ജാതികളുമായി ഇടകലർന്നാൽ ദൈവ സാന്നിധ്യം അവരുടെ നടുവിൽ നിന്ന് മാറിപ്പോകും. അങ്ങനെ വന്നാൽ ബാലാക്കേ, നിനക്ക് വേഗത്തിൽ എന്ത് ചെയ്യാം? ഇസ്രായേലിനെ പരാജയപ്പെടുത്താം. ദൈവവുമായിട്ട് സംഭാഷിക്കുന്ന, എന്നാൽ മോശയുടെ നേതൃത്വത്തിൽ വരുന്ന ജനം ഞാനും സംസാരിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനമാണെന്ന് മനസ്സിലാക്കി ഒരർത്ഥത്തിൽ ബിലെയാം ബാലാക്കിനെ തള്ളി മോശയോടെ അടുക്കൽ ചെന്ന് മോശയെ കെട്ടിപ്പിടിച്ച് പ്രൈസ് ദി ലോർഡ് പറയേണ്ടതാണ്. നിന്റെ ജനം എന്റെ ജനമെന്ന് പറയേണ്ടതാണ്. അത് പറയാതെ ഓഫറുകൾ കണ്ടിട്ട് അതിൽ മയങ്ങി താന് മറുവശം കൂടി പോയി ഈ ഒരു ദുരുപദേശം പറഞ്ഞു കൊടുത്തു. ഇത് പ്രകാരം ഇസ്രായേൽ പാളയത്തിലേക്ക് മോവാബിയ പെൺകുട്ടികളെ, സൗന്ദര്യവതികളായ പെൺകുട്ടികൾ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. ചെറുപ്പക്കാരെ വശീകരിച്ചു. ടെലിഫോൺ നമ്പറുകൾ വാങ്ങി, വാട്സാപ്പ് നമ്പറുകൾ വാങ്ങി, സ്വത്രം ഫേസ്ബുക്കിന്റെ എല്ലാം ഡീറ്റെയിലും വാങ്ങി. പിന്നെ രാത്രി ഉറക്കമില്ലാത്ത ചാറ്റിംഗ് ആരംഭിച്ചു. ഇന്നലെ വരെ വചനം വായിച്ചിരുന്നവർ, ഇന്നലെ വരെ പ്രാർത്ഥിച്ചിരുന്നവർ, ഇന്നലെ വരെ ഉപവസിച്ചിരുന്നവർ, ഇന്നലെ വരെ ജാതികളുമായി ഇടകലരാതിരുന്നവർ തെറ്റിപ്പോകുവാനിടയായി. പിന്നെ അവർക്ക് പ്രാർത്ഥനയില്ല, പിന്നെ അവർക്ക് വചനധ്യാനമില്ല, പിന്നെ അവർക്ക് ഉപവാസമില്ല, പിന്നെ അവർക്ക് വേർപാടില്ല. ഒരു പെൺകുട്ടി ഇങ്ങനെ ചോദിച്ചു, മമ്മി, നമ്മൾ ഈ ലോകത്തിലാണ് താമസിക്കുന്നത്, ഇത്രയും കാലം ഞാനിത് അറിഞ്ഞില്ല. നാട് ഓടുമ്പം നടുവേ ഓടണമെന്നാ പറയുന്നത്. സ്വത്രം, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോയാൽ പോരെ? പ്രാർത്ഥനയ്ക്ക് പോകാം, ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയാൽ പോരെ? മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ എന്നെ എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിക്കാൻ പാടില്ല, എനിക്ക് സമയമില്ല എന്ന് പറയുവാനിടയായി. ഇപ്പോൾ മുഴുവൻ സമയം എവിടെയാണ്? മൊബൈലിലാണ്, കമ്പ്യൂട്ടറിലാണ്. ജാതികളുമായി ഇടകലർന്ന് ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് മാറി. വിശുദ്ധി നഷ്ടപ്പെട്ടു, വേർപാട് നഷ്ടപ്പെട്ടു. സ്വത്രം, ദൈവ സാന്നിധ്യം അവരിൽ നിന്ന് വിട്ടുമാറി. പിശാച് അവരിലേക്ക് കടന്നു വരുവാനിടയായി. പരിശുദ്ധാത്മ സാന്നിധ്യം മാറിയിട്ട് പിശാചിന്റെ സാന്നിധ്യം അവരിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. സ്തോത്രം. ഇസ്രായേല് നോക്കി നിൽക്കെ മോവാബിയ സ്ത്രീകളെ കൊണ്ടുവന്ന് കൂടാരത്തിൽ വ്യഭിചരിച്ചു. ദൈവസാന്നിധ്യം വിട്ടുപോയി. ദൈവസാന്നിധ്യം അവരുടെ നടുവിൽ നിന്ന്
മാറി. ഒരു വിശ്വാസിയായ സഹോദരൻ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു സഹോദരനോ സഹോദരിയോ ഒരു വിശ്വാസി അല്ലാത്ത അവിശ്വാസിയെ ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ നീ വ്യഭിചാരം ചെയ്തു പോയി, ദൈവത്തിന് വിരോധമായി വ്യഭിചാരം ചെയ്തു പോയെന്ന് യേശു പറയുകയാണ്. സ്തോത്രം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യഭിചാരം ശാരീരികമായ ബന്ധത്തിലൂടെ മാത്രമല്ല, ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ യേശു ആ തീരുമാനത്തെ, ആ കൽപ്പനയെ ഒന്നുകൂടെ മുറുക്കി തന്നു നമുക്ക്. നീ ഹൃദയം കൊണ്ടത് ആഗ്രഹിക്കുമ്പോൾ തന്നെ വ്യഭിചാരം ചെയ്തു പോയെന്ന് പറയാനിടയായി. ബിലയാം ഉപദേശിച്ചു കൊടുത്തതാണ്, ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യണം? വിഗ്രഹാർപ്പിതം തിന്നണം. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് കഴിച്ചാൽ ഒരു ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവ പൈതൽ ഒരു പെരുന്നാളിന് പോയി ആ പെരുന്നാളിന് വിളമ്പുന്ന സാധനം, പെരുന്നാളിന്റെ ആഘോഷത്തിന് ആ വീട്ടിൽ ഒരുക്കുന്ന ഭക്ഷണം കഴിച്ചാൽ അത് വിഗ്രഹങ്ങൾ, ആ വിശേഷം അതായതുകൊണ്ട് അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചതാണ് എന്ന് എനിക്ക് പറയുവാനായിട്ട് കഴിയും. സ്തോത്രം. അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നാം പോകരുത്. സ്തോത്രം. തന്നെയുമല്ല, 7 വരുമ്പോഴോ 30 വരുമ്പോഴോ കുളി വരുമ്പോഴോ മറ്റേത് മരണാനന്തര ചടങ്ങുകൾ വരുമ്പോഴോ ഒരു ചായ പോലും കുടിക്കുവാൻ നമുക്ക് വ്യവസ്ഥയില്ല. അവരുടെ നടുവിലിരുന്ന് അത് കഴിക്കുവാനുള്ള വ്യവസ്ഥ നമുക്കില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകേണ്ടതാണ്. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോകേണ്ടതാണ്. ആ ഭക്ഷണം കഴിച്ചാൽ അത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണമാണ്, അത് വിഗ്രഹങ്ങളുടെ നടുവിൽ വിളമ്പുന്ന ഭക്ഷണമാണ്. അത് നമ്മൾ കഴിക്കാൻ പാടുള്ളതല്ല. ഒരു വിശ്വാസിക്ക് പുരികം പഠിക്കാനോ സ്തോത്രം ഈ ലോകത്തിന്റെ പ്രകാരമുള്ള ചമയങ്ങൾ അണിഞ്ഞു വരുവാനോ വ്യവസ്ഥയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു കുടുംബം ഈ അടുത്ത കാലത്ത് പുനരൂരിൽ സംഭവിച്ചത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ജോൺ താരുവിന്റെ കൂട്ടായ്മയിൽ പോവുകയാണ്. അപ്പോ ഈ പെൺകുട്ടിക്ക് ഒരു കല്യാണം വന്നു. സ്തോത്രം. കല്യാണം വന്ന പെൺകുട്ടിക്ക് പയ്യനെ ഇഷ്ടപ്പെട്ടു. പയ്യൻ പക്ഷെ എന്തല്ല, വിശ്വാസിയല്ല. അപ്പൊ വിശ്വാസത്തിൽ നിന്നൊരു കല്യാണാലോചന ഒരാൾ കൊണ്ടുവന്നപ്പോൾ അവൾ പറഞ്ഞ എന്താണെന്നറിയാമോ? എനിക്ക് അറ്റ്ലീസ്റ്റ് വരുന്ന പയ്യൻ ഒരു ചെറിയ കമ്മലും ഒരു ചെറിയ മാലയും ഒരു ചെറിയ പൊട്ടും ഇടാൻ സമ്മതിക്കുന്ന ഒരാളായിരിക്കണം. ഞാൻ ഇവളോട് വിളിച്ചു, സ്നാനപ്പെട്ടത് എന്തിനാ? നിന്നെ ആരാ സ്നാനപ്പെടുത്തിയത്? അങ്ങനെ ഒരു കല്യാണം പെന്തക്കോസ്തിൽ നടക്കത്തില്ല. അങ്ങനെ ഒരു കല്യാണം പെന്തക്കോസ്തില് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ നടക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. സ്തോത്രം. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കല്യാണം നിശ്ചയിച്ചു, ആഡിറ്റോറിയത്തിൽ ജാതികളെ പോലെ കല്യാണം നടത്തി. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് ആലോചന പറയുവാനിടയായി. 2 മാസം അവൾ ജീവിച്ചിരുന്നില്ല. 65-ാമത്തെ ദിവസം അവൾ സ്തോത്ര വെന്റിലേറ്ററിൽ കിടന്ന് മരിച്ചു പോകുവാനിടയായി. നിങ്ങൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. എല്ലാവരോടും ദൈവം അങ്ങനെ കാണിക്കുമെന്നല്ല, ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. നമ്മള് ദൈവം തരുന്ന മുന്നറിയിപ്പുകളെ എന്ത് ചെയ്യാൻ പാടില്ല? അവഗണിക്കാൻ പാടില്ല. നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കേണ്ട വിഷയത്തിന് മേൽ എന്ത് ചെയ്യേണ്ടി വരും? കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജഡിക ഭാവങ്ങളെ, ജഡിക സ്വഭാവങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ടവരല്ല ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും ആരും. 100% പൂർണ്ണതയുള്ളവരാരുമില്ല. നമ്മൾ അതിലേക്ക് പൂർണ്ണതയിൽ എത്താൻ ശ്രമിക്കുന്നവരാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും ആത്മീയത്തിൽ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ, പാസ്റ്റർമാരുടെ കുഞ്ഞുങ്ങളെ, വിശ്വാസികളുടെ മക്കളെ, അവർ വളർന്നു വരുന്ന സമയങ്ങളിൽ ഇടയ്ക്കൊക്കെ അവർ തെറ്റിപ്പോകാം. പക്ഷേ ഒരു പ്രാർത്ഥിക്കുന്ന കുടുംബമാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളുള്ള കുടുംബമാണെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു സഭയാണെങ്കിൽ ഈ തെറ്റിപ്പോകുന്ന കുഞ്ഞുങ്ങളെ തെറ്റ് മനസ്സിലാക്കി മടങ്ങി വരുവാനിടയായിത്തീരും. അപ്പോൾ തന്നെ വേറെ കുറ്റവും കൂടി പറയുക, നിക്കല്ലോവ്യരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. അപ്പൊ ആരാണ് നിക്കല്ലോവ്യർ? നിക്കല്ലോവ്യർ ആരാണ്? അപ്പസ്തോല പ്രവൃത്തി 6-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. സ്തോത്രം. സ്തോത്രം. സ്തെഫാനോസിന്റെ കൂടെ മേശകളിൽ ശുശ്രൂഷിച്ച വ്യക്തിയാണ്. പക്ഷെ പിൽക്കാലത്ത് ഇയാൾ ആരായി മാറി? ഒരു ദുരുപദേശകനായി മാറി. ഈ കാലഘട്ടങ്ങളിലും നിക്കല്ലോവ്യ ഉപദേശം പിടിച്ചിരിക്കുന്ന സഭകളുണ്ട്. കണ്ടാൽ തോന്നുമ്പോൾ അവർക്ക് എന്തുണ്ട്? അന്യഭാഷയുണ്ട്, കയ്യടിയുണ്ട്, ആരാധനയുണ്ട്. പക്ഷേ ഇരിക്കുന്നതല്ല ആരാ? നിക്കല്ലോവ്യ ഉപദേശം പിടിച്ചിരിക്കുന്നവരാ. കാതിൽ കുണുക്കുവിട്ട്
ചുണ്ടിൽ ലിപ്റ്റിക്കും തേച്ച്, കാണാൻ പറ്റാത്ത അറിയാൻ പറ്റാത്ത ലിപ്റ്റിക്കും ഉണ്ട്. സ്തോത്രം. ആരാധന നടക്കുന്നുണ്ട്. ഭയങ്കര അന്യഭാഷയാണ്, ഭയങ്കര കൃപയാണ്. ഇവിടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നവർക്കുണ്ട് കൃപ. മാതാവിനോട് പ്രാർത്ഥിക്കുന്നവർക്ക് ഭയങ്കര അന്യഭാഷയുണ്ട്. ആ കൃപ അവര് പറയാൻ ഭയങ്കര കൃപയാണ്. ഒരാള് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരിക്കൽ എൻ്റെ അടുത്ത് വീടിന്റെ പാലുകാച്ച് പറയാൻ വന്നു. വീടിന്റെ പാലുകാച്ച് പറയാൻ വന്നിട്ട് ഞാൻ അവിടെ നിന്നിട്ട് അകത്തോട്ട് വാ എന്ന് പറയുന്നവർ അവർ പുറന്നോട്ട് പോകും. ആള് വീഴാൻ പോവാ. അച്ഛൻ്റെ അടുത്തോട്ട് എനിക്ക് വരാൻ പറ്റുന്ന വെച്ചാ എനിക്ക് ഭയങ്കര കൃപ. അപ്പൊ എനിക്ക് ഭയങ്കര കൃപ വെച്ചാ സ്വന്തം അച്ഛൻ്റെ അടുത്തോട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല. ആ കൃപ എന്ന് പറഞ്ഞാൽ അവളിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ്. മറിയത്തെ ആരാധിക്കുന്ന കൊന്ത പഠിക്കുന്ന പൈശാചിക ശക്തിയാണത്. സ്തോത്രം. ഞാൻ പറഞ്ഞു നീ വീഴാതെയും വേഗം കയറി ഓട്ടയിൽ രക്ഷപ്പെട്ടോന്ന് പറഞ്ഞു. സ്തോത്രം. അച്ഛൻ്റെ അടുത്ത് മിണ്ടല്ല അച്ഛൻ സംസാരിക്കുമ്പം എനിക്ക് ആകെ വിപ്ലവം വരുന്നച്ചാ. അതെ, എന്താണ് നിക്കൊല്യതയുടെ ഉപദേശം? സ്തോത്രം. ഒരു മനുഷ്യന്റെ ജഡാഭിലാഷം. ഇപ്പൊ ഒരു കുടുംബത്തില് 4 പേരുണ്ട്. 4 പേര് ആരാധനയ്ക്ക് പോകുന്നു. ഇപ്പൊ ഒരുത്തനൊരു അഭിലാഷം ഉണ്ടായി, ജഡാഭിലാഷം. ഞാന് ഒരിത്തിരി ഫേഷ്യലൊക്കെ ചെയ്യും, ഞാന് ഇത്തിരി പുരികമൊക്കെ പഠിക്കും, ഇത്തിരി മോഡേണായിട്ടുള്ള ഡ്രസ്സ് ധരിക്കും. സ്തോത്രം. ഇവിടുത്തെ ഡ്രസ്സൊക്കെ അറിയാമല്ലോ, മോഡേൺ ഡ്രസ്സൊക്കെ അറിയാമല്ലോ. പാൻറ് ഇട്ട് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് റൗക്ക ഉണ്ടല്ലോ, റൗക്ക പോലത്തെ സാധനം മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാല് പണ്ടത്തെ അമ്മൂമ്മമാരുടെ ഇന്നർ ഡ്രസ്സാണ് ഇന്നത്തെ പുറത്തിടുന്ന പെൺകുട്ടികൾ. ഇതിട്ടിട്ട് അവര് പോവാണ്, കാറ്റ് വിട്ടിട്ട്. മൊത്തം കാണാം. ആമേൻ. ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന അപ്പൂപ്പന്മാരും റെയിൽവേ സ്റ്റേഷനിലും അപ്പൂപ്പന്മാരും ഒരുപാട് പേരുണ്ട്. അവരുടെ നോട്ടം തീരത്തില്ല. അപ്പൊ ഇങ്ങനെയുള്ള ജടികമായ താല്പര്യം അനുസരിച്ച് വന്നാൽ ദൈവദാസൻ പറയും കുഴപ്പമില്ല. ആ കുഴപ്പമില്ലെന്ന് പറയുന്നതാണ്. അത് സാരമില്ല, അതെന്താ കുഴപ്പമെന്താ? സ്തോത്രം. 5-6 വള എടുത്തിട്ടോ എന്താ കാര്യം? ഇട്ടുകൊണ്ട് എന്തോ കാര്യം? സ്തോത്രം. അങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടെന്നും പറഞ്ഞു എന്തോ എല്ലാവരും ഇടുന്നത് ചൂടാ പാസ്റ്ററെ, ഉഷ്ണവാ പാസ്റ്ററെ. പാസ്റ്ററിനെ അറിയത്തില്ലേ? സ്തോത്രം. ആ മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യും. പാസ്റ്റർ കാണാൻ പറയാ ഈ ഡ്രസ്സ് ഒന്നും ഇവിടെ ഇട്ടോണ്ട് വരരുത് എന്ന് പറഞ്ഞ പാസ്റ്റർ എന്തുവാ ഈ പറയുന്നത്? ചൂടാ ഇപ്പം. പണ്ടത്തെ അടിവസ്ത്രമാണ് ഇന്ന് വീട്ടിൽ ഇട്ടോണ്ട് നിൽക്കുന്നത്, നിക്കറും. ഇത് നിക്കല്ലോ തരുന്ന ഉപദേശമാണ്. ഈ ഉപദേശം ഇത് കുഴപ്പമില്ല. പാസ്റ്റർ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. ആന്റിയുടെ കാര്യം തരും കേട്ടോ, അവരുടെ രീതി അനുസരിച്ച് പോകും കേട്ടോ. സ്വത്രം എന്ന് പറയും. ഇതെന്താണ്? നിക്കല്ലോബിയരുടെ ഉപദേശമാണ്. ഒരാളിന്റെ ജഡാഭിലാഷം അനുസരിച്ച് അയാൾ എങ്ങനെയോ ജീവിച്ചോട്ടെ, ഞായറാഴ്ച വന്ന ആരാഴ്ച മതി പറയും. ഞാൻ അഭിഷേകം പ്രാപിച്ചെന്ന് പറയും. ശരിക്കും പിടിച്ച് പ്രാർത്ഥിച്ചാൽ അറിയാം ഏത് അഭിഷേകമാണിതെന്ന്. നിർത്താൻ ആമേൻ പോകുകയാണ്. ആമേൻ. വായിച്ചാട്ടെ. ആമേൻ. 20ാമത്തെ വാക്യം വായിച്ചാട്ടെ. തുയത്തരയുടെ സഭയിലെ ദൂതനോട് പറയാം, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ഇല്ലാത്ത ശുശ്രൂഷ ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്ന, ബാഗും തൂക്കി നടക്കുന്ന ഒരുപാട് പ്രവാചകിമാര് നമ്മുടെ നാട്ടിലുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയും. നിന്നെ അവിടെ കൊണ്ടുപോകും, ഇവിടെ കൊണ്ടുപോകും, ആമേൻ, അത് ചെയ്യും, ഇത് ചെയ്യും, എല്ലാം അവരങ്ങ് പറയും. അവര് പറയുന്നത് എനിക്ക് ശുശ്രൂഷ ഉണ്ടെന്നാ പറയുന്നത്. ആമേൻ. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും. എനിക്ക് നിങ്ങൾക്ക് ഈ വിഗ്രഹാർപ്പിതത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരാനുള്ള താല്പര്യമാണ്. എനിക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുക. 1 കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് പ്രസംഗിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് പറയുമ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല? ജാതികളുമായി ഇടകലരുന്ന ഒരു കാര്യവും ചെയ്യത്തില്ല. ഒരു വിഗ്രഹാർപ്പണവും നിങ്ങൾ കഴിക്കത്തില്ല. ഒരു പെരുന്നാളിനും നിങ്ങൾ കൂടത്തില്ല. ഒരു 7-നും പോകത്തില്ല, 30-നും പോകത്തില്ല. അതെനിക്ക് പറയണമെന്നുണ്ടാകും, പക്ഷേ പോട്ടെ. അത് കേൾക്കേണ്ടവർ ഇന്ന് ഇവിടെ ഇല്ല. എങ്കിൽ തന്നെയും ശത്രുളങ്ങരയിൽ നിന്ന് വരുന്ന ആളുകൾ, വിശ്വാസത്തിൽ വരുന്ന ആളുകൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇവരെന്തിനു പോകും? 7-ന് പോകും. 7-ന് പോയിട്ട് അവരെ എന്ത് ചെയ്യും? 7-ന്റെ ഭക്ഷണം കഴിക്കും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശ്വാസിയായ നീ അങ്ങനെ ഒരു പന്തിയിൽ ഇരിക്കുന്ന കണ്ടാൽ ബലഹീനനായ ഒരു സഹോദരൻ എന്ത് വരും? ഇടച്ച വരും. അപ്പോ തങ്കമാൻറ്റി കഴിച്ചു, പിന്നെന്താ എനിക്ക് കഴിച്ചാൽ എന്നൊരു ചിന്ത വരും. തങ്കമാൻറ്റിക്ക് കഴിക്കാമോ? പിന്നെന്താ എനിക്ക് കഴിച്ചാൽ എന്നൊരു ചിന്ത വന്ന് ഇടർച്ച വരുവാനിടയായി തീരും. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. അല്ലേ.